അല്ല അല്ല, പൊന്നാര പൂമുത്ത് അവരോട് നിൽക്കാൻ പറഞ്ഞത് ശത്രുക്കളായ മുശ്രിക്കീങ്ങളെ എറിയാനും കൊല്ലാനും ഒന്നുമല്ല. എന്തിനാണ് അവരോട് നിൽക്കാൻ പറഞ്ഞതെന്നോ? സ്വഹാബാ, അവിടെ ഒരു പട്ടി പ്രസവിച്ച് കിടക്കുന്നുണ്ട്. ആ പട്ടി തന്റെ കുട്ടികൾക്ക് പാല് കൊടുക്കുകയാണ്. നമ്മൾ ഈ റൂട്ടിലൂടെ അങ്ങ് ചെന്നാൽ നമ്മുടെ ശബ്ദവും ബഹളവും കേട്ടാൽ ആ പട്ടി ഓടിപ്പോയാൽ കുഞ്ഞുങ്ങൾക്ക് പാല് കിട്ടുകയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കാരണം പട്ടിക്കുട്ടികൾക്ക് പാല് കിട്ടാതെ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു ധീരരായ 10,000-കണക്കിന് അനുയായികളെ ഒരു പട്ടിക്ക് വേണ്ടി റൂട്ട് മാറ്റിവിട്ട നബിതങ്ങള് എങ്ങനെയാ തീവ്രവാദത്തിന്റെ വക്താവാകുന്നത്? റഹ്മത്ത് മാത്രമാണ്. അതല്ലേ ഫിലിപ്പ് കെ ഹിറ്റി പോലും പറഞ്ഞത്, I have studied him, I can see any hole or gap in the life of prophet. ഞാൻ മുഹമ്മദിനെ കുറിച്ച് പഠിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളുടെ ജീവിതത്തിന് എവിടെയെങ്കിലും ഒരു ചെറിയ ന്യൂനതയോ ഏതെങ്കിലും ഒരു വിടവോ കാണാൻ പറ്റിയിട്ടില്ല. എല്ലാം അവിടെ നിന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. മനുഷ്യന്റെ നിഗന മേഖലകളെ ബാധിക്കുന്ന എല്ലാം പറഞ്ഞു പോയി. അറിയൂലേ, കഴിഞ്ഞ കൊല്ലമല്ലേ മലപ്പുറം ജില്ലയില് ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ 8ാം ക്ലാസ്സിലോ മറ്റോ പഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു. അധ്യാപകന്മാർ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് ഓടുകയാണ്. ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ ഇല്ല, അവനൊരു രോഗവും ഇല്ലായിരുന്നു. എന്താണ് മരണകാരണമെന്നോ? ഡെഡ് ബോഡിയിൽ നിന്ന് വസ്ത്രങ്ങൾ അയക്കുമ്പോ മരിച്ച ഈ കുട്ടിയുടെ കാലിൽ നിന്ന് ചെരുപ്പഴിക്കുമ്പോ ഷൂരുമ്പോ ആ ഷൂവിന്റെ ഉള്ളില് ചുരുണ്ട് കിടക്കുന്ന ഉഗ്രവിഷമുള്ള മൂർഖപ്പാമ്പുണ്ട്. ആ പാമ്പവനെ കൊത്തിയതാ. കൊത്തിന്റെ അടയാളം കാലിൽ കാണാൻ കഴിയുമ്പോ ആ ചെറുപ്പാക്കുട്ടി തലേ ദിവസം സ്കൂള് വിട്ട് വീട്ടിലേക്ക് വന്ന് അടിച്ചു വെച്ച ഷൂരാവിൽ അങ്ങനെ തന്നെ ധരിച്ചപ്പോൾ അവന്റെ കാലിന് കുത്തേറ്റതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നായകൻ നേതാവ് പറഞ്ഞു പോയിട്ടുണ്ടല്ലോ, പുതുതായി നിങ്ങൾ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുമ്പോ രാവിലെ ഇറങ്ങുമ്പോ വൈകുന്നേരം തലേ ദിവസം അഴിച്ചു വച്ച നിങ്ങളെ ഷൂകൾ ചെരുപ്പ്